മന്ത്രിമാരുടെ രാജി ഉണ്ടാകുമോ എന്ന വലിയ ചോദ്യമാണ്, വളരെ വലിയ ചോദ്യമാണ് ഈ മണിക്കൂറിൽ ഉയർന്നത്. വളരെ വലിയ പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് CPI കടക്കുമോ എന്ന ചോദ്യം വരുന്നു. അതേസമയം തന്നെ രാഷ്ട്രീയമായി CPIക്ക് ഇടതുമുന്നണി വിടാൻ പറ്റിയ രാഷ്ട്രീയ കാലാവസ്ഥയൊന്നുമല്ല ഉള്ളത് എന്ന പശ്ചാത്തലമൊക്കെ നിൽക്കുമ്പോഴും CPIയുടെ സമ്മർദ്ദം ഏതരം വരെ വളരും എന്നത് വളരെ പ്രധാനമാണ്. LDFിൽ വീണ്ടും ഒരു പൊട്ടിത്തെറിവുണ്ടാകുന്നു. അതൊരു വലിയ കാലയളവിന് ശേഷമാണ് പൊട്ടിത്തെറിവ് ഉണ്ടാകുന്നത്. സ്റ്റെഫിൻ കുറച്ചുകൂടി കടന്ന നിലപാട് തനിക്കുണ്ട് എന്ന് വ്യക്തമാക്കുകയായിരുന്നു GR അനിൽ. തീർച്ചയായിട്ടും രതീഷ്, കാരണം 2 തവണ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം വന്നതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലും ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ വാർത്തയുണ്ട്. എന്താണ് സർക്കാർ നിലപാട് എന്നുള്ള കാര്യം മന്ത്രി കെ രാജൻ ചോദിച്ചിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി നേരിട്ട് ഈ 4 മന്ത്രിമാരും കണ്ട് ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക അറിയിച്ചതാണ്. എന്നിട്ടും CPM യാതൊരു തരത്തിലും ഇത് LDFിൽ ചർച്ച ചെയ്യാതെ CPIയുടെ നിലപാട് വകവയ്ക്കാതെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയെങ്കിൽ അത് വലിയൊരു രീതിയിൽ CPIയുടെ രാഷ്ട്രീയ പരാജയമായിട്ട് തന്നെയാണ് കാണേണ്ടത്. കാരണം എന്തുകൊണ്ട് ആ ഒരു LDFിൽ പോലും LDF യോഗത്തിൽ നയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അതിന് എന്ത് മറുപടി ഇനി CPIക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറെ പ്രത്യേകതയുള്ള കാര്യം. ഒപ്പം തന്നെ മന്ത്രിസഭാ യോഗത്തിൽ ഈ കാര്യം വിശദമായി തന്നെ എതിർപ്പുയർന്നിട്ടും അതുമായി മുമ്പോട്ട് പോയി. അതോടൊപ്പം തന്നെ LDFിൽ ഈ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് CPI പരസ്യമായി പ്രധാനപ്പെട്ട കൗതുകവും ചോദ്യവും ഉയരുന്നത് ഇടതുമുന്നണി വിടുമോ CPI? മന്ത്രി GR അനിലിന്റെ പ്രതികരണം എന്താണ്? അവസാനം ഒരു ചോദ്യം വന്നിരുന്നല്ലോ, അപ്പോൾ ആ മറുപടി അത്ര വ്യക്തമായില്ല. രതീഷ്, അവസാനം ഈ പാർട്ടിയുടെ നേരത്തെ CPIയിൽ നിന്ന് വിട്ടുപോയ മീനാങ്കൽ കുമാറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിനുള്ള മറുപടി അതിൽ കൂടുതൽ പറയാനില്ല. ഈ മുന്നണി വിടുന്ന കാര്യത്തിലൊന്നും തന്നെ ഒറ്റയ്ക്ക് ആർക്കും തന്നെ മറുപടി പറയുന്നതിന് വേണ്ടി കഴിയില്ല. അതൊരു വലിയ തീരുമാനമാണ്. അത് ദേശീയ തലത്തിൽ ഉൾപ്പെടെ എടുക്കേണ്ട ഒരു തീരുമാനമാണ് CPIയെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും ആ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കില്ല. ആദ്യമായി ഏതായാലും CPI നോക്കുക എന്ത് രാഷ്ട്രീയ വിശദീകരണം നൽകിക്കൊണ്ട് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് തന്നെയായിരിക്കും. അത്തരം വലിയ കടുപ്പപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. കാരണം ഇന്ന് നടക്കുന്ന ഈ സെക്രട്ടേറിയറ്റ് യോഗമാണ് അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. അത്തരം ഒരു കടുത്ത നിലപാടിലേക്ക് പോകാനുള്ള സാധ്യത ഏതായാലും ഈ വിഷയത്തിൽ മുന്നോട്ട് കാണുന്നില്ല. നല്ലൊരു രാഷ്ട്രീയ സാഹചര്യമല്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനുണ്ട്, അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. 3ാം ഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് LDF മുന്നോട്ട് പോകുന്നു. ആ ഘട്ടത്തിൽ അത്തരമൊരു വലിയ തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തുമോ എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ഒരു ഉത്തരം നൽകേണ്ടത് ഇനിയൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് മാത്രമാണ്. ആർക്കെങ്കിലും ഒറ്റയ്ക്ക് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി കഴിയില്ല. പക്ഷേ ഏതായാലും വലിയ തരത്തിലുള്ളൊരു എതിർപ്പ് പാർട്ടിയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. കാരണം പലപ്പോഴായി പതിവായി ഇത്തരത്തിൽ അവഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ CPIയിൽ പലർക്കുമുണ്ട്, മന്ത്രിസഭയിലുണ്ട്, അതോടൊപ്പം തന്നെ പാർട്ടി നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് നിലപാട് അക്കാര്യത്തിലെടുക്കും, CPMനോട് ഏത് രീതിയിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഒപ്പം തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ കഴിഞ്ഞ തവണത്തെ ഒരു പ്രതികരണം എന്ത് CPI മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യം ഇല്ല എന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം, ഒരു തീവ്ര സ്വഭാവം പലപ്പോഴും ഇടതുമുന്നണിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ 70 മുതൽ 77 വരെയുള്ള സർക്കാർ, CH ചിദംബരന്റെ സർക്കാർ, അടിയന്തരാവസ്ഥ കാലത്ത് കേരളം ഭരിച്ചിരുന്നത് CPI ആയിരുന്നു. അന്ന് കോൺഗ്രസുമായി സഖ്യമായിരുന്നു. പിന്നീടാണ് ഇടതുമുന്നണി രൂപീകരണത്തിന്റെ തുടർച്ചയായിട്ട് CPI ഒക്കെ CPMന് ഒപ്പം വീണ്ടും ചേരുന്നത്. അത്തരം മുന്നണി മാറ്റമൊക്കെ ദീർഘകാലം മുമ്പ് കണ്ടിട്ടുണ്ട്. അതിനുശേഷവും പക്ഷേ മുന്നണിയിൽ പലപ്പോഴും അപസ്വരം ഉയർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ശരിസ്വരം ഉയർത്തിയിട്ടുണ്ട് CPI. ഇപ്പോൾ വെളിയം ഭാർഗവൻ സെക്രട്ടറി ആയിരുന്ന കാലത്ത്, CK ചന്ദ്രപ്പൻ സെക്രട്ടറി ആയിരുന്ന കാലത്ത് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പായി വലിയ തർക്കമൊക്കെ ഉണ്ടായത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു പ്രധാനപ്പെട്ട നയപരമായ വിഷയത്തിൽ CPMനെതിരെ എതിർപ്പുമായി പരസ്യമായി രംഗത്ത് വരുന്ന ആ വിഷയത്തിൽ എന്ത് ചെയ്യാൻ CPIക്ക് കഴിയും എന്ന ചോദ്യമാണ് അണികളും സ്വാഭാവികമായി കേരളവുമാകെയും രാഷ്ട്രീയമായി ചിന്തിക്കുക. CPIയുടെ സംഘടനാശേഷി ഉൾപ്പെടെ ഒക്കെ വിലയിരുത്തിക്കൊണ്ടായിരിക്കും അത്തരമൊരു തീരുമാനം ഉണ്ടാവുക എന്നതും വളരെ 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 പ്രധാനവുമാണ്.